പണിതുകൊണ്ടിരിക്കുന്ന ഒരു 8 CR കോട്ടേജ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ അവിടെ വിൽക്കാനുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഒരു 40 സെൻറ്റ് സ്ഥലം കമ്പനി ഓഫർ ഇട്ടിട്ടുണ്ട്. 40 സെൻറ്റ് സ്ഥലം എക്സ്ട്രാ നമുക്ക് കിട്ടും. 8 CR ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് 5 സെൻറ്റ് സ്ഥലവും 20 ചന്ദനമരങ്ങളും കിട്ടും. അപ്പോൾ നമുക്കൊരു വലിയൊരു റിട്ടേൺ ആണ് അതിൽ നമുക്ക് ഇരിക്കുന്നത്, സാൻഡൽവുഡിൽ നിന്നും അതിനോടൊപ്പം തന്നെ അത് റെൻറ്റിന് പോകുമ്പോഴും. അപ്പോൾ ഇതാണ് അവിടെ ഉള്ള കോട്ടേജ്. ദെൻ 22-ാം തീയതി കമ്പനി ഒരു പുതിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാം ഇവിടെ എന്തൊക്കെയുണ്ട്. ഇവിടെ എന്തൊക്കെയുള്ളത്? 90 കോട്ടേജ് അല്ല, റിയൽ എസ്റ്റേറ്റ്, അഗ്രികൾച്ചർ, ടൂറിസം, ഇത് 3 ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതിനോടൊപ്പം നമ്മളിപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യമോട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഇനോഗ്രേഷൻ നടത്താൻ പോകുന്ന കോട്ടേജിന് എത്ര രൂപ റേറ്റിലാണ് കൊടുത്തതെന്നറിയാം? 45 lakhs ആണ്. പക്ഷെ അതിന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. അപ്പൊ അതായത് തുടക്ക സമയത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അതിപ്പോ നൗഷാദൊക്കെ പറയായിരുന്നു, സൈക്കിളെ വരാവുന്ന സ്ഥലമായിരുന്നു. അതായത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഈ സ്ഥലം കാണിച്ചിട്ട് ഇവിടെയാണ് വരാൻ പോകുന്നത്, പ്രൊജക്റ്റ് വരാൻ പോകുന്നത് പറഞ്ഞു. അന്ന് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തവരാണ് ദേ ഇപ്പം ഈ കാണുന്നവരൊക്കെ. അവർക്കാണ് ദേ ആദ്യം ലോട്ടറി അടിച്ചത്. സത്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ പറയണം. 3 ലക്ഷം രൂപ, 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടാവുന്ന ഒരു 45 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താലും 1 CR ഇൻവെസ്റ്റ് ചെയ്താലും വരുമാനം കിട്ടാവുന്ന ഏത് പ്രൊജക്റ്റായിരുന്നു നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ പ്രൊജക്റ്റ് സ്വന്തമാക്കാൻ പറ്റാത്തവർക്ക് ഒരു വലിയ വിഷമമായിട്ട് തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇതുപോലെ തന്നെ കമ്പനിയുടെ ഒരു പുതിയ പ്രൊജക്റ്റാണ് 12 ഏക്കറിൽ ഇപ്പോൾ ഇനി 22-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്. എന്തിനാണ് നേരത്തെ പറയുന്നതെന്ന് വെച്ചാൽ, അന്ന് അത് കിട്ടാത്തവർക്ക് ഒരു നിയറിലായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളെ തീർക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ 12 ഏക്കർ സ്ഥലം വ്യക്തമായിട്ട് കേൾക്കണം. 12 ഏക്കർ സ്ഥലം, സാൻഡൽവുഡ് റിസർച്ച് സെൻറ്റർ, ദെൻ അതിനോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്, അതിനോടൊപ്പം 60 A-frame കോട്ടേജ്. ഇത് 3ഉമാണ് നമ്മളുടെ ഒരു പുതിയ പ്രൊജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി, അതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ്, ദെൻ അതിനോടൊപ്പം തന്നെ നമ്മളുടെ മിൽക്ക്, എഗ്ഗ്, ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. നെല്ല്, അതിനോട് ഒരുപാട് കാര്യം, കുരുമുളക്, ഇതൊക്കെ നമ്മളവിടെ പ്രൊഡക്ഷൻ നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു 6 മാസം കഴിയുമ്പോൾ ഒരു ആവറേജ് ഇൻകം ലഭിക്കാനായിട്ട് സാധ്യതയുള്ളൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1750 രൂപയാണ്. 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് 1750 രൂപ ലഭിക്കും. അപ്പോൾ 1750 രൂപ മാത്രമാണ് അവിടെ ഉള്ളത്? അല്ല, അവിടെ സാൻഡൽവുഡ് നമ്മുടെ കോട്ടേജ് ഉണ്ട്, A-frame കോട്ടേജ്. അപ്പോൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഏകദേശം ഒരു ആവറേജ് കണക്ക് കൂട്ടിയാൽ 900 രൂപ വരെ കിട്ടാനായിട്ടുള്ള സാധ്യത നമുക്ക് ഈ കോട്ടേജിൽ നിന്നുണ്ട്. കാരണം 10,000 രൂപയാണ് വാടക വരുന്നത്. അപ്പോൾ 900 രൂപ വരെയും കിട്ടാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോട്ടേജ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 900 + 1750 എന്ന് പറഞ്ഞാൽ 2650 രൂപ വരെ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 2650 രൂപ മാത്രമേ നമുക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കോട്ടേജിൽ ഏത് ഇൻവെസ്റ്റ് ചെയ്താലും 3000 രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കോട്ടേജിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് 2650 ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അല്ല, ഇനി ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നിന്ന് മാത്രം 6000 രൂപ 1 ലക്ഷത്തിന് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6000 പ്ലസ് കോട്ടേജിൻ്റെ റേറ്റോടെ പറഞ്ഞാൽ 900 രൂപ, 6900 രൂപ. ഇതാണ് വരാൻ പോകുന്ന 1 ലക്ഷത്തിന് 6900 രൂപ. അനുപേട്ട, ഇപ്പോൾ ഏതെങ്കിലും കോട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടും? കിട്ടത്തില്ല. അപ്പം ഇതാണ് സാധ്യതയുള്ള എമൗണ്ട്. ഈ 6900 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെയുള്ള അടുത്ത ഒരു കമ്പനിയുടെ ഓഫർ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, തുടക്ക സമയത്ത് 22.5 ലക്ഷം രൂപ മുടക്കിയാണ് അവരത് ചെയ്തേക്കുന്നത്. 45 ലക്ഷം രൂപ മുടക്കി 2 കോട്ടേജ് അവർക്ക് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കമ്പനി ഈ പുതിയ പ്രൊജക്റ്റ് ഫാം ടൂറിസം പ്ലസ് അഗ്രികൾച്ചർ പ്ലസ് റിയൽ എസ്റ്റേറ്റ്, ഈ 4ഉം കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ പ്രൊജക്റ്റിൽ 22-ാം തീയതി ചെയ്യുമ്പോഴേക്കും ബൈ 1 ഗെറ്റ് 1 ഓഫറാണ്. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് 2 ലക്ഷത്തിൻ്റെ ഷെയർ കൊടുക്കും. അങ്ങനെ ഷെയർ കൊടുക്കുമ്പം 6900 എന്ന് പറയുന്നത് എത്ര രൂപ വരെ ആകാം? 13800 രൂപ വരെ. 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് 13800 വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം. അതിനോടൊപ്പം അത് 10 ലക്ഷം ആയാലോ? 1,38,000. ഒള്ളി 22-ാം തീയതി മാത്രം. അപ്പോൾ ഈ ഒരു സംശയത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ, നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൽ നമ്മൾ നിൽക്കുന്നത്.
ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, നടക്കാതിരിക്കാം. പക്ഷേ ഇത് പ്രൂവൺ ആയിട്ടുള്ളൊരു ഐഡിയ ആക്കി മാറ്റിക്കഴിഞ്ഞു. ഈ പ്രൊജക്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സൗകര്യം അല്ലെങ്കിൽ അവസരങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പുതിയ പ്രൊജക്റ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം.